ഇന്നൊരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആണ്. സാധാരണ ഗ്രോസറീസ് എല്ലാം കുന്നൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അവിടെ നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറും നല്ല ആംബിയൻസും ആയതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് ഷോപ്പ് ചെയ്യാം. നേരെ പോയത് കണ്ടീഷണറിൻ്റെ ഷാമ്പൂവിൻ്റെ സെക്ഷനിലാണ്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ദീദിയുടെ തന്നെ ഷാമ്പൂവും കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. കാരണം വേറെ ഷാമ്പൂവും കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ഹെയറിന്. ഇതൊരു മൈൽഡ് ടെക്സ്ചർ ആയതുകൊണ്ട് ഒരല്പം ഡ്രൈ ആവാതെ ഹെയറിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേഴ്സണൽ ഇഷ്ടങ്ങൾ ക്ലോത്ത് വാഷിംഗ് ലിക്വിഡിലും ഡിഷ് വാഷിംഗ് ലിക്വിഡിലും എനിക്കുണ്ട്. സോ സാറ്റിസ്ഫാക്ഷൻ തരുന്ന സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്യാറുള്ളൂ. വേറെ ഒരെണ്ണം ട്രൈ പോലും ചെയ്യാറില്ല. അങ്ങനെ ഒരു അഡിക്ഷൻ എനിക്കുള്ളതാണ് കോഫിയിലും ടീയിലും. നല്ല കടുപ്പത്തിലെ കോഫിയും ചായയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് സാധനങ്ങളാണ്. അതുകൊണ്ട് ഇത് രണ്ടും എൻ്റെ ഗ്രോസറീസ് ലിസ്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. കാരണം അതിൽ കോഫി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. സോ അതും എപ്പോഴും മുടങ്ങാതെ വാങ്ങിക്കാറുണ്ട്. പണ്ടൊക്കെ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് വേസ്റ്റേജ് സംഭവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് പോകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു വിഷമം ഫീൽ ചെയ്യുന്നു. കാരണം ക്യാഷും പോയി, സാധനവും പോയി, സമയവും പോയി. പിന്നെ എന്തിനാണ് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്? ഇനി എപ്പോഴായി പോയാലും 10 ദിവസത്തേക്കോ 12 ദിവസത്തേക്കോ മാത്രം സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ കാശും കുറച്ചേ ആവുള്ളൂ. ക്വാണ്ടിറ്റിയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും വീട്ടിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാനും നമുക്ക് പറ്റും. സമയവും ചിലപ്പോൾ ഒരു മാസം 1-2 തവണ പോവേണ്ടി വന്നു കഴിഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങളിൽ അയ്യോ വേസ്റ്റായി എന്നൊരു വിഷമം വരില്ലല്ലോ. എനിക്ക് ഇവിടുത്തെ വേറൊരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ നട്ട്സിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും സെക്ഷനാണ്. എപ്പോഴൊക്കെ ഞാൻ ഷോപ്പ് വിസിറ്റ് ചെയ്യാറുണ്ടോ അപ്പോഴെല്ലാം നിധിക്കുട്ടിക്ക് വേണ്ടി കുറച്ച് നട്ട്സ് ഞാൻ വാങ്ങിക്കാറുണ്ട്. അവർ നല്ല ഭംഗിയിൽ അതൊക്കെ അലൈൻ ചെയ്തും അറേഞ്ച് ചെയ്തും വെച്ചിരിക്കുന്നത്. ഈ ഇടയായിട്ടാണ് ഞാൻ ഈ ട്രൂ എലമെൻറ്റ്സിൻ്റെ റോൾഡ് ഓട്സിനെ പറ്റി കേട്ടത്. ഇത് നിധിക്കുട്ടിക്കാണ് വാങ്ങിക്കുന്നത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഫൈനലി ബില്ലിംഗ് സെക്ഷനിലൊക്കെ എത്തി. ബില്ലിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി അങ്കിളിന് ബായും പറഞ്ഞ് വീട്ടിൽ ഹാപ്പിയായിട്ട് എത്തി സെറ്റിലായി.